ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിളായിട്ട് പറയാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ഐ ആം വർക്കിംഗ്, ഐ ആം റെക്കോർഡിങ്. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഇത്ര നേരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. സിമ്പിളായിട്ട് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഇത്ര നേരത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഡ്യൂറേഷന് കൂടി എംഫസൈസ് ചെയ്യാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കിയാൽ, ഐ ഹാവ് ബീൻ റെക്കോർഡിംഗ് ഫോർ 5 minutes. ഞാൻ 5 മിനിറ്റ് നേരത്തേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രസൻറ്റിൽ അറൗണ്ട് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് വരികയെന്ന് മനസ്സിലായി. ഇനി പാസ്റ്റിലെ ഒരു പോയിന്റ്, ഇന്നലെ 2 മണിക്ക് അറൗണ്ട് ആയിട്ട് ഇതുപോലെ നടന്ന കാര്യങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റിലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റ് എന്താ? ഐ വർക്ക്ഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ വർക്ക് ചെയ്തു. സിമ്പിളായിട്ട് പറയാൻ ഇന്നലെ പാസ്റ്റിൽ നടന്നൊരു കാര്യം. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഐ വർക്ക്ഡ് യെസ്റ്റർഡേ അറ്റ് 2 o'clock. ഇന്നലെ 2 മണിക്ക് ഞാൻ വർക്ക് ചെയ്തു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അടുത്തത്. ഇന്നലെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക്. ഇന്നലെ 2 മണിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെ പറയാം? ഐ വാസ് വർക്കിംഗ് യെസ്റ്റർഡേ അറ്റ് 2 o'clock. ഐ വാസ് റെക്കോർഡിംഗ് യെസ്റ്റർഡേ അറ്റ് 2 o'clock. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ പ്രസൻറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വേറെ ആളോട്. അപ്പോൾ ഈ ടെൻസ് ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇന്നലെ 3 മണി ആയപ്പോഴേക്കും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. 3 മണിയാണ് റെഫറൻസ് പോയിന്റ്. ആ 3 മണീൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് തീർത്തു എന്ന ഐഡിയ, ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തു ഈ ടൈമിൻ്റെ ഉള്ളിൽ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നമ്മൾ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നൊരു കാര്യം അതിൻ്റെ ഡ്യൂറേഷൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ 2 മണിക്കൂർ നേരത്തേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 2 hours യെസ്റ്റർഡേ. ഈ ടെൻസിൽ എത്ര നേരത്തേക്ക് ആ ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു എന്നുള്ള ഐഡിയ കമ്മ്യൂണിക്കേറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ.